ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ന്യൂസ് റിപ്പോർട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഫോർമാറ്റ് അങ്ങോട്ട് പഠിച്ചാലോ? യെസ്, ഈ ഒരു കുറഞ്ഞ വീഡിയോയിൽ നമുക്ക് ഫോർമാറ്റ് പഠിക്കാൻ പോവാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിനാണ് ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇറ്റ്സ് റിയലി എ ലക്ഷൂറിയസ് ക്വസ്റ്റ്യൻ അല്ലേ? അത്രയും അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ന്യൂസ് റിപ്പോർട്ട് പഠിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ഫോർമാറ്റ് ഇതാണ്. അതിന്റെ എക്സാക്ട് ഫോർമാറ്റ് നമുക്ക് കാണാം. ഹെഡ്ലൈൻ ഉണ്ടായിരിക്കുക. ഹെഡ്ലൈൻ ഷോർട്ട് ആൻഡ് അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കുക. അതുപോലെ തന്നെ ബൈലൈന് ആരാണ് എഴുതുന്നത്, അദ്ദേഹത്തിന്റെ കറസ്പോണ്ടന്റ് എഴുതിയാൽ മതി. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എഴുതിയാൽ മതി. പ്ലേസ് എവിടെയാണ് ഈ പരിപാടി എവിടെ നടക്കുന്നത് എഴുതി കൊടുക്കുക. ആൻഡ് ഫസ്റ്റ് പാരഗ്രാഫിൽ 5 Ws കൊടുക്കുക. ഹൂ, വാട്ട്, വൈ, വെർ, വെൻ. അതായത് എപ്പോഴാണ്, എന്താണ്, ആരാണ്, എങ്ങനെയാണ്, ബേസിക് ഡീറ്റെയിൽസ് ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് പാരഗ്രാഫിൽ ആ ഒരു ഇവന്റിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എക്സ്ട്രാ ഡീറ്റെയിൽസ്, ബോഡി പാർട്ട് അവിടെ കൊടുക്കുക. ആൻഡ് കൺക്ലൂഷൻ കൊടുക്കുക. എന്നിട്ട് കോഡ്സ്, അതായത് എന്തെങ്കിലും ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതിനുശേഷം അതിന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ ഡീറ്റെയിൽസ്, അതൊക്കെ കൊടുക്കുക. അവസാനം കൊടുക്കുക. പാസ്റ്റ് ടെൻസിലായിരിക്കണം. ന്യൂസ് റിപ്പോർട്ടാണ്, അപ്പോൾ പാസ്റ്റ് ടെൻസിലായിരിക്കുക. ഇതെല്ലാം ഒരു ബോക്സിലാക്കുക. ഈ ഒരു ഫോർമാറ്റ് ഒരു ബോക്സ് ആക്കുക. ഹെഡ്ലൈന്, ബൈലൈന്, ഡേറ്റ് ലൈന്, പ്ലേസ് ലൈന്, മെയിൻ പോയിന്റ്സ് എഴുതാൻ വേണ്ടി 5 Ws ഉപയോഗിക്കുക. ന്യൂസ് ഡീറ്റെയിൽസ് ബോഡി പാർട്ടിൽ എഴുതുക. കൊട്ടേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു 6 മാർക്ക്. 6 മാർക്ക് സെറ്റാക്കുക, പവറാക്കുക, പവർഫുൾ ആക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറന്നു പോരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി. It's me JD. You can call me JD. Bye bye.